മാനിച്ചേട്ടൻ അവിടെ ചെന്നിട്ട് ഞാനവിടെ പിന്നെ ചെന്നത് കുറച്ച് കാലം കഴിഞ്ഞിട്ടാട്ടോ. ഞാനത് ഇങ്ങനെ ആലോചിച്ചായിരുന്നു. കുറച്ച് നാൾ കഴിഞ്ഞിട്ട് എത്തിയത്. എനിക്ക് തോന്നുന്നു ഒരു 4-5 മാസം 5-6 മാസം കഴിഞ്ഞിട്ട് എത്തിയെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോഴത്തേക്കും പിന്നെ വേറെ ആരൊക്കെ ആന അഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും ഇപ്പോൾ സീസൺ പരിപാടികൾ അധികം എടുത്തിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. കാട്ടാമ്പാൽ പരിപാടി കഴിഞ്ഞ് കയറിയതല്ലേ. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് ഗ്യാപ്പ് വന്നു. 3-4 മാസം കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ ചെല്ലണേ. അപ്പോഴത്തേക്കും ആന മറ്റേ വൈലശ്ശേരി അമ്പലത്തിൻ്റെ അവിടേക്ക് എത്തി. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മറ്റേ ആ സ്ഥലത്ത് ഒരു പ്രത്യേകമായ എന്തോ ഒരു ഇതുണ്ട്. കാടിനോട് ചുറ്റപ്പെട്ട സ്ഥലം. അതായത് ഈ അമ്പലം കഴിഞ്ഞ് പിന്നെ അങ്ങ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പുഴയാണ് അവിടെ. പുഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു തോട് പോലെ. നല്ല മണലൊക്കെ ആയിട്ട് നല്ല കണ്ണീര് പോലത്തെ വെള്ളം കണ്ടാൽ തന്നെ നമുക്ക് ഇങ്ങനെ എടുത്ത് കോരി കുടിക്കാൻ തോന്നും. അതുപോലെ തന്നെ അപ്പുറത്തൊരു തേക്കിങ്ങാട്, വലിയൊരു തേക്കിങ്ങാട് മൈതാനം. മറ്റേ വലിയ തേക്കിങ്ങാട്, എന്താ പറയുക, വലിയൊരു മൈതാനത്ത് നിറച്ച് തേക്ക് മരങ്ങൾ നിന്നുള്ള ഒരു അവസ്ഥ നോക്കി ഇങ്ങനെ അടുപ്പിച്ച് അതിൻ്റെ അങ്ങനത്തെ ഒരു സ്ഥലം. എന്നിട്ട് ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ മാനിച്ചേട്ടൻ പറഞ്ഞു, അന്ന് മറ്റേ അവിടെ ഞാൻ കാളിദാസൻ എന്ന് പറഞ്ഞൊരു ആന അവിടെ ഉണ്ടായിരുന്നല്ലേ. അപ്പം അന്ന് ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു, ബിനു ഇങ്ങനെ കാളിദാസനയുടെ കൂടെ ആരുമില്ല. അപ്പോൾ ഒരു 2-3 ദിവസം അപ്പോൾ ഒരു സ്ഥലത്ത് കല്ലടിക്കോട് ഭാഗത്താന്ന് തോന്നുന്നുണ്ട് എങ്ങാണ്ട് പണി ഉണ്ടായിരുന്നു. പണി കഴിഞ്ഞിട്ട് പിന്നെ ആനയ്ക്ക് പണി പറഞ്ഞിരുന്നത് അട്ടപ്പാടി, പിന്നെ ആനക്കട്ടി അട്ടപ്പാടിയിൽ ജല്ലിപ്പാറ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത്. ആ പേര് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ആ ഒരു സ്ഥലത്ത് ഒരു 2 ദിവസത്തെ പണിയുണ്ട് അവിടെ, 2-3 ദിവസത്തെ പണിയുണ്ട്. അപ്പോൾ അപ്പോഴത്തേക്കും ആ ആനയ്ക്ക് അന്ന് കടുങ്ങൻ എന്ന് പറഞ്ഞ ഒരു ചേട്ടൻ, കടുങ്ങൻ എന്നാണോ വേറെ ആണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. പാലക്കാട് ഭാഗത്തുള്ള ഒരു ചേട്ടനാണ്. കുറേ ആനകളൊക്കെ പുള്ളി കയറിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വീഡിയോ ഞാൻ നാളെ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ യൂട്യൂബിൽ എലിഫൻ്റ് അറ്റാക്ക് വീഡിയോസ് ഒന്ന് അടിച്ചു കൊടുത്ത് നോക്കിയപ്പോൾ അതിനകത്ത് ഏതൊരു അമ്പലത്തിലൊരു കുട്ടിയാന തെറ്റിയിട്ട്, അതെനിക്ക് തോന്നുന്നു വളരെ ആനക്കുട്ടിയാന്ന് തോന്നുന്നുണ്ട്. തെറ്റിയിട്ട് ആനയുടെ മുകളിൽ ഇരുന്ന് ആനയെ ഉടക്കവും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാൾ. അദ്ദേഹം പൊക്കം കുറഞ്ഞിട്ട് കടുങ്ങൻ എന്നാണോ വേറെ എന്താണെന്നാണ് എനിക്ക് സംശയം. അദ്ദേഹം വീട്ടിൽ പോയിക്കായിരുന്നു. അപ്പോൾ വേലപ്പൻ ചേട്ടൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. എൻ്റെ അപ്പൻ്റെ സുഹൃത്താണ്, അപ്പൻ്റെ കൂട്ടുകാരൻ. അപ്പൻ ആയിട്ട് അത്രയും ബന്ധമുള്ള ഒരാളാണ് ചേട്ടൻ. വേലപ്പൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. നമ്മുടെ ചുള്ളിപ്പറമ്പിലെ സൂര്യനാന, പിന്നെ അതുപോലെയുള്ള ഒരുപാട് ആനകൾ, നമ്മുടെ ഈ വടക്കനാഥൻ കൃഷ്ണനാന, പിന്നെ നമ്മുടെ കുട്ടംകുളങ്ങര പിന്നെ ശ്രീനിവാസനാന, അങ്ങനെ ഒരുപാട് ആനകൾ, നല്ല നല്ല ആനകൾ ഒരുപാട് അഴിച്ചെട്ടി കയറിയിട്ടുണ്ട്. നല്ല സമർത്ഥനായ നമ്മുടെ അപ്പൻ്റെ ബാച്ചുള്ള ആൾക്കാരിലെ പഴയ ആനക്കാരെ, അവരെ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. പഴയ ആനക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പണി വേറെ ഒരു സിസ്റ്റമാണ്. നമ്മളിപ്പോൾ കമ്പ്യൂട്ടർ യുഗത്തിലേക്ക് എത്തിയേക്കാണ്. അവർ അങ്ങനെയല്ല. അവരുടെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള പണികളല്ലേ അവരെടുക്കുന്നത്. അപ്പോൾ ഞാൻ വേലപ്പഞ്ഞാണ്ട് കൂടെ ചെന്നു. ഒരു പണി സൈറ്റിൽ ചെന്നു. പണി കഴിഞ്ഞ് നിൽക്കുന്ന സമയത്താണ് ഞാൻ ചെല്ലുന്നത്. മാനേജേട്ടൻ എന്നെ ബൈക്കും അവിടെ കൊണ്ടുവന്നാക്കി. അവിടെ ചെന്നു, ഡ്രസ്സൊക്കെ എടുത്ത് ചെന്നു. അത് ഈ ലോറി ഓടിക്കുന്നത് മാനേജേട്ടൻ തന്നെയാണ്. ചെന്നു, ആനയുടെ അടുത്ത് ഊണെന്നാക്കി. എന്നിട്ട് പറഞ്ഞു, നാളെ രാവിലെ നമുക്ക് കയറ്റി പോവാം, വൈകിട്ട് കയറ്റി പോകാമെന്ന് പറഞ്ഞു. രാത്രി കയറ്റി പോകാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പണിയൊക്കെ കഴിഞ്ഞ് അവിടെ ഒരു തോട്ടി കൊണ്ടുപോയിട്ട് ആനയെ കിടത്തി. അപ്പോൾ ആ ഭാഗത്ത് ഒരുമാതിരിപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ ഓരോ തോട് ആണ്. കാരണം ഞാൻ അതാ പറഞ്ഞത്, നമ്മൾ ഈ ടൗണിൽ ജീവിക്കുന്ന ആൾക്കാർക്കൊക്കെ അവിടെ ചെല്ലുമ്പോൾ ഭയങ്കര പ്രത്യേക ഒരു ഇതായിരിക്കും. അവിടെ ഒരു തോട്, അവിടെ പിടിച്ചിരുത്തി എന്നോടൊന്ന് മോളിൽ കയറാൻ പറഞ്ഞു. ഞാൻ മോളിൽ കയറി. അവിടെ തോട്ടി കൊണ്ടുപോയി കാലയിലൊക്കെ ആന ചുമ്മാ ചാടി ഇരിക്കുന്നത്. കാരണം ഈ ആന കാളിദാസൻ എന്ന് പറഞ്ഞ ആന വന്നത് ഇപ്പോൾ ഈരാറ്റുപേട്ടയിൽ നിന്നാണ് വന്നത്. അന്ന് പക്കി എന്ന് പറഞ്ഞ ഒരു ആനക്കാരൻ ചേട്ടനാണ് ഈ ആന കയറിക്കൊണ്ടിരുന്നത്. അദ്ദേഹം വർഷങ്ങളായിട്ട് ഈ ആന കയറിക്കൊണ്ടിരുന്നതാണ്. അദ്ദേഹം പണിയായിരുന്നു മെയിനായിട്ട്. ഏത് അക്കിടിയിൽ, ഈരാറ്റുപേട്ടയിൽ ആ കുന്നും മലയും കയറി ഏറ്റവും കൂടുതൽ അക്കിടിയിൽ കയറി പണിതിട്ടുള്ള ആനയും, അങ്ങനെ പണിയാൻ കഴിവും കെൽപ്പുള്ള ഒരു ആനയായിരുന്നു അത്. നല്ല ആനയായിരുന്നു. നല്ല ചെവി, ഭയങ്കര ചെവി. ഞാൻ ഈ ഫസ്റ്റ് വീഡിയോ പറഞ്ഞപ്പോൾ എനിക്ക് അതിൻ്റെ ഒരു ഫോട്ടോ കിട്ടി, പഴയ നിൽക്കുന്നത്. ആ ഫോട്ടോ ആഡ് ചെയ്യാം. പിന്നെ അപ്പോൾ നിങ്ങൾക്കും കൂടി കാണാമല്ലോ ഈ ആന ഏതായിരുന്നു എന്നുള്ളത് കാണാമല്ലോ. പണി എന്നൊക്കെ പറഞ്ഞാൽ കാലൊക്കെ മോളിൽ കയറുന്നു. അപ്പോൾ ആ ആനക്കാരനെ ഞാനത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നിർമ്മിച്ചു. കാരണം കാലും ആന പക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാലനക്കും. നമ്മുടെ കമൻറ്റിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ചേട്ടാ കാലനക്കുന്ന കാര്യങ്ങൾ എങ്ങനെ വീഡിയോസിൽ പറയാമോ. അതൊരിക്കലും നമുക്ക് വീഡിയോസ് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും മനസ്സിലാവില്ല. അത് ചില ആനകൾ നമ്മൾ മുകളിൽ കയറിയിട്ട് കാലനക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് നടക്കാനൊക്കെ അവർ ഭയങ്കരമായിട്ട് ബലം പിടിക്കും. കഴുത്തിറക്കും, ഇങ്ങനെ കഴുത്ത് ഇങ്ങനെ ഇറുക്കി പിടിക്കും. അപ്പോൾ നമുക്ക് കാലനക്കാൻ പറ്റില്ല.
അത് നമ്മൾ മുകളിൽ കയറി കാലനക്കുന്നത് ചട്ടമില്ലാത്ത ആൾക്കാർ കാലനയ്ക്കാൻ പോകില്ല, ഇഷ്ടമില്ലാത്ത ആനകൾ. ചില ആനകൾ ചുമ്മാ കയറി ഇരുന്ന് കാലനക്കി കഴിഞ്ഞാൽ നല്ല രീതിയിൽ പോകും. അപ്പം ഞാൻ ഇങ്ങനെ തോട്ടിൽ കാലുമ്മ ആന ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ കാലനക്കാനൊന്നും നിന്നില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേലപ്പൻ ചേട്ടൻ ആനയെ കൈകാര്യം ചെയ്യുന്ന ആളാണ്. ഞാൻ ആനയ്ക്കല്ല എനിക്ക് ജോലി. ഞാൻ ആനയ്ക്ക് പോയിട്ട് നിൽക്കണത് 2 3 4 ദിവസം അവരെ സഹായിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ പോയി നിൽക്കുന്നത്. അപ്പോൾ എന്നെ വേലപ്പൻ ചേട്ടൻ വെള്ളത്തിൽ എത്തിയപ്പോൾ എന്നെ പറഞ്ഞു, "ബിനു എന്നാൽ ഇങ്ങോട്ട് ഇരുന്നോട്ട് ആനാന്ന് പറഞ്ഞു." ഞാൻ പറഞ്ഞു, "ചേട്ടൻ ഇരുത്തിയാൽ മതി" എന്ന് പറഞ്ഞു. പുള്ളി എന്നെ ഇങ്ങനെ നോക്കി. "ചേട്ടാ എൽസം പിടിച്ചിട്ട് ആനോട് ഇരിക്കാൻ പറയും ചേട്ടാ, ആന ഇരുന്നോളൂ" പറഞ്ഞു. "നല്ല കാലുമ്മ ഇരിക്കുന്നു" പറഞ്ഞു. ഞാൻ പറഞ്ഞു, "വേണ്ട ചേട്ടാ, ആന എൽസം ഇരുന്നോട്ടെ, അതാ നല്ലതെന്ന്" പറഞ്ഞു. ചേട്ടാ ഇതിനെ അരിമേടിക്കുന്ന ആളാണ്. നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. അത് ഞാൻ പുള്ളി നിൽക്കുമ്പോൾ ഞാൻ ആനയെ കാലുമ്മ ഇരുത്തണത് അത് അത്ര നല്ല. അല്ലെങ്കിൽ എനിക്ക് ചട്ടം ഞാൻ കൈകാര്യം ചെയ്യാൻ പോകുന്ന ആനയാണ്, അല്ലെങ്കിൽ ഞാൻ ഈ ആനയുടെ കൂടെ ജോലി ചെയ്യാൻ പോകുന്ന ഒരാളാണെങ്കിൽ ഞാൻ ആ കാലുമ്മ ആനേനെ ഇരുത്തി കഴിഞ്ഞാൽ കുഴപ്പമില്ല, വിഷയമില്ല. അങ്ങനെ വേലപ്പൻ ചേട്ടൻ എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞ് കാലുമ്മ ആ പുള്ളി പിടിച്ച് ഇരുത്തി കെടുത്തി. ഞാൻ കഴുകി, പുള്ളി തല കഴുകി, ഞാൻ ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം കഴുകി വൃത്തിയാക്കി. അന്ന് ഞങ്ങളുടെ കൂടെ തന്നെ ഈ മറ്റേ വയലാശ്ശേരി അമ്പലത്തിൻ്റെ അടുത്ത് തന്നെയുള്ള ഈ ട്രൈബൽസ് ആൾക്കാരുകളുണ്ടല്ലോ, അവരങ്ങനെ 1 2 ചേട്ടന്മാർ ഞങ്ങളുടെ സുഹൃത്തുക്കളുണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെ എടുത്ത് പറയണത് വേറൊന്നും അവരെ അല്ലെങ്കിൽ അവരെ എനിക്ക് അല്ലാതെ അങ്ങനെ നമ്മളിപ്പോൾ മലയാള വാക്കിൽ അവരെ അങ്ങനെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ അവരെ പറഞ്ഞത്. നമ്മുടെയൊക്കെ പൂർവികന്മാർ അങ്ങനെ പറയുന്നത്. അങ്ങനെയുള്ള കുറച്ച് വിഭാഗത്തിലുള്ള ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. അവിടെയുള്ള ഒരു ചേട്ടൻ, ആ ചേട്ടൻ്റെ പേര് ഞാൻ മറന്നു. ആ ചേട്ടനും ഈ ആനയുടെ കൂടെ ഉണ്ടായിരുന്നു. എന്നിട്ട് അന്ന് അവിടെ കെട്ടിപ്പിറ്റ് അന്ന് വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ കഴുക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വണ്ടിയിൽ 2 പനയുടെ പട്ട, ഞാൻ കയറി പനയമ കയറി പട്ട വെട്ടി. ആ ചേട്ടനും കൂടി സഹായിച്ച് ഞങ്ങൾ വണ്ടി കയറ്റിയൊക്കെ കൊത്തി മെടഞ്ഞ് വലിച്ച്. അതായത് ദൂരയാത്രയ്ക്ക് നമ്മൾ ആനയെ കൊണ്ട് പോകുമ്പോൾ നമ്മൾ ആനയ്ക്ക് വേണ്ട ഭക്ഷണം വണ്ടിയിൽ കരുതി വെക്കണം. അല്ലാതെ നമ്മൾ ചുമ്മാ ഓടിപ്പോയി വണ്ടി കയറ്റി നിർത്തി കഴിഞ്ഞപ്പോൾ ഇവിടെ നിന്ന് ഒരു 100 150 കിലോമീറ്റർ പോകാനുണ്ടെങ്കിൽ ഏകദേശം 150 കിലോമീറ്റർ ആനയ്ക്ക് തിന്നാനുള്ളത്. ആനയെ കയറ്റി എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 60 കിലോമീറ്റർ സ്പീഡിൽ കൂടുതൽ പോകാൻ പറ്റില്ല. കാരണം മറ്റേ വയനാട് ഭാഗത്തേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലും താഴെ പോകാനേ പറ്റൂ. അപ്പം ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഭാഗത്തേക്കൊക്കെ അങ്ങനെ അധികം അങ്ങനെ പോവാത്ത ഒരാളായതുകൊണ്ടും ഞാൻ ലോറിയുടെ മുകളിൽ കയറിയിരുന്നു. പോവല്ലേ, നല്ല രസമായിട്ട് പോവല്ലേ. ചുരമൊക്കെ കയറി ഏകദേശം ഒരു പകുതി എത്തിയപ്പോഴത്തേക്ക് ഉള്ള സാധനം അടിക്കാൻ തുടങ്ങി. കാരണം തണുപ്പ്, കോടമഞ്ഞും ഭയങ്കര തണുപ്പായി തുടങ്ങി. അപ്പം ആനയ്ക്ക് ഒരു വണ്ടിയിൽ നിന്നാൽ തന്നെ ആന ഒരു പ്രത്യേകമായ രീതിയിലുള്ള ഒരു കളി, കഴയുന്ന ഒരു നീക്ക്, നമ്മളവിടെ ഒരു ഇഷ്ടക്കുറവ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ 2 3 പ്രാവശ്യം അങ്ങനെ ആന കഴയുമ്പോൾ നീക്കിയപ്പോൾ ആന ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ റണ്ണിങ്ങിൽ വണ്ടി പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ആന ഇങ്ങനെ കാണിച്ചാലും ഇങ്ങനെ ബാക്കോട്ട് പോയാലും അത് ഡ്രൈവർക്ക് കറക്റ്റായിട്ട് ആ ഒരു അറിയാൻ പറ്റും. കാരണം ആന വണ്ടി ഒന്ന് സ്ലോ ആയി വരും. ഇത് ലോഡ് നിൽക്കുന്നത് 4 കാല് മുകളിലേക്കാണ് ലോഡ് നിൽക്കുന്നത്. മറ്റുള്ള ലോഡ് കയറ്റി ഫിക്സഡായിട്ട് കയറ്റി വെക്കുന്ന പോലെയല്ല. അതുപോലെ തന്നെ കുഴികൾ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം. പെട്ടെന്ന് പോയിട്ട് ബ്രേക്ക് ചവിട്ടാൻ പറ്റില്ല. അത് ഇപ്പോഴത്തെ കുറച്ച് ഡ്രൈവർമാരുണ്ട്, ഞാൻ അവർ എൻ്റെ വീഡിയോസ് കാണാറുണ്ട്. ഞാൻ പറയണത് നിങ്ങളെ കുറ്റമായിട്ടല്ല കേട്ടോ പറയുന്നത്, ഇത് പറഞ്ഞതിൻ്റെ പേരിൽ പറയുവാണ്. നമ്മൾ വണ്ടിയെ കൊണ്ട് പോണതിൻ്റെ അതിൻ്റേതായ ഒരു കുറച്ച് സ്പീഡിൽ പോയാലും കുഴപ്പമില്ല. അധികം വെട്ടിക്കാതെയും അല്ലെങ്കിൽ ഓട്ടയ്ക്ക് അത് കയറുവാണെങ്കിലും ആ പോണ പോക്കിൽ തന്നെ ഇങ്ങനെ പതുക്കെ കട്ട് ചെയ്ത് കയറി പോകണതിൻ്റെ കുഴപ്പമില്ല. ഒറ്റയടിക്ക് ഇങ്ങനെ വെട്ടിച്ച് ഇങ്ങനെ പോകുമ്പോഴും ഇങ്ങനെ വെട്ടിച്ച് ഇങ്ങനെ കയറുമ്പോഴൊക്കെ അതുമാതിരി വളവൊക്കെ വീശി വെട്ടിച്ച് ഇങ്ങനെയൊക്കെ പോകുമ്പോഴൊക്കെ ആന അങ്ങനെ ഒരു സൈഡിലേക്ക് ബാലൻസ് ചെയ്ത് നിൽക്കും. അപ്പോഴൊക്കെ ആനകൾ കൂടുതലായിട്ട് വിശനടിക്കും. വിശനടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഗ്രിപ്പ് കിട്ടാണ്ട് വരുമ്പോൾ മറയോ എന്നുള്ള പേടി അവർക്ക് ഓൾറെഡി ഉണ്ടാവും. അതുപോലെ തന്നെ കഴുത്തിലെ കയറ് കെട്ടി നിർത്തുക. കുറേ ആനകൾക്കൊന്നും ഇപ്പോൾ കാണുന്നില്ല, കഴുത്തിലെ കയറ് കെട്ടി നിർത്തണം കാണുന്നില്ല. കഴുത്തിലെ കയറ് ഫ്രണ്ടിലേക്ക് വലിച്ച് കെട്ടി നിർത്തണതിൻ്റെ പറയണതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അതും കഴുത്ത് ടൈറ്റാക്കി കെട്ടരുത്, ലൂസാക്കി കയറ് കെട്ടിയിട്ട് നല്ല ലൂസിൽ കെട്ടണം കയറ്. അത് കഴിഞ്ഞതിന് ശേഷം വേണം കോർത്ത് വലിച്ചെടുത്ത് കെട്ടണം. അപ്പോൾ കുറച്ച് ഒരു സ്റ്റെപ്പ് ബാക്കിലേക്ക് ആക്കിയിട്ട് വെക്കുക. അപ്പോൾ ഒന്ന് ബ്രേക്ക് ചവിട്ടുമ്പോഴൊക്കെ ആയാലും ഈ കയറുമ്പോൾ സപ്പോർട്ടുണ്ട്. ഈ കയറുമ്പോൾ സപ്പോർട്ട് ഇല്ലാണ്ട് അല്ലാത്ത ആനകളെ നമ്മൾ കൊണ്ടുപോകുമ്പോൾ ഇവർക്ക് വേറെ യാതൊരു സ്ഥലത്തും പെടുത്തല്ല. 2 സൈഡിൽ 2 കഴയുണ്ട്, ഫ്രണ്ടിൽ കഴയുണ്ട്, ബാക്കിൽ കഴയുണ്ട്. പക്ഷേ ഇവർക്ക് ഇങ്ങനെ കറക്റ്റ് നിപ്പ് കിട്ടില്ല. അപ്പോൾ ആ കഴുത്തിലെ കയറൊക്കെ കെട്ടി പിന്നെ പെട്ടെന്ന് കൊണ്ടുവന്ന് ബ്രേക്ക് ചവിട്ടുമ്പോൾ ആനയുടെ പെരുമുഖം ചെന്നിടിക്കാൻ സാധ്യതയുണ്ട്, ആനയുടെ കൊമ്പ് ചെന്നിടിക്കാൻ സാധ്യതയുണ്ട്, പിന്നെ ആന ഇങ്ങനെ വായു വിലങ്ങാൻ സാധ്യതയുണ്ട്. അപ്പം പരമാവധി പതുക്കെ ആന വണ്ടിയിലുണ്ടെങ്കിലും അധികം അതിനെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ എല്ലാവരും വണ്ടി ഓടിക്കും. മാനുവേട്ടനൊക്കെ അങ്ങനെ വണ്ടി ഓടിക്കുക. അതുമാതിരി തന്നെ ഇപ്പം നമ്മുടെ വണ്ടി ഓടിക്കുന്ന ശ്രീജൻ, അവർക്ക് വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് ദിവസം ധൈര്യമായിട്ട് കിടന്നുറങ്ങാം.
ഒരു കമ്പുമേ ജില്ലമയോ അതിൻ്റെ മേല് തട്ടാതെ, അല്ലെങ്കിൽ ഒരു സൈഡിൽ മരം ഉണ്ടെന്നുണ്ടെങ്കിൽ ഓഫ് സൈഡ് വണ്ടി വരണമെങ്കിൽ അവർക്ക് ലൈറ്റ് ഇട്ട് കാണിച്ചു കൊടുത്ത് നമ്മുടെ വണ്ടിയിൽ ആനയാണ് വരുന്നതെന്നുള്ളത് ചിലപ്പോൾ അവർക്ക് കാണാൻ പറ്റില്ല. അപ്പം നമ്മൾ അവർക്ക് ലൈറ്റ് ഇട്ട് കൈ കൊണ്ട് കാണിച്ച് ഇങ്ങനെ മുകളിൽ ആനയുണ്ടെന്ന് കാണിക്കുമ്പോഴായിരിക്കും അവർ മുകളിലേക്ക് നോക്കണം. അപ്പോൾ ആനയില്ല, അപ്പോൾ അവർ ബ്രേക്ക് ചവിട്ടി നിർത്തി തരും. പെട്ടെന്ന് കൊണ്ടുവന്ന് വെട്ടിച്ച് കയറ്റരുത്. അപ്പോൾ ഞാനതൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. ഡ്രൈവർമാർ സുഹൃത്തുക്കൾ ഒരുപാടുണ്ട് എനിക്ക്, എൻ്റെ കൂട്ടുകാർ. അവർക്കും കൂടി ഒരു ഉപകാരപ്പെടുകയാണെങ്കിൽ. ആനകൾക്ക് നല്ലത് എപ്പോഴും ഇങ്ങനെ ആന അനങ്ങാതെ നിൽക്കണം. നമ്മൾ എത്ര വണ്ടി ഓടിച്ചാലും ആനയ്ക്ക് അധികം അങ്ങനെ ആനനെ കുലുക്കാതെ അല്ലെങ്കിൽ കട്ടറയിലൊക്കെ അധികം ചാടാതെ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വന്ന് പതുക്കെ ബ്രേക്ക് ചവിട്ടി മെല്ലെ ചവിട്ടി ഇറക്കി മെല്ലെ അധികം ഒരു ആനയ്ക്ക് താളത്തിൽ അങ്ങനെ അങ്ങോട്ട് പോയാൽ വലിയ കുഴപ്പങ്ങളില്ലാണ്ട് പോകും. എന്നിട്ട് ഞാൻ ലോറിയുടെ മുകളിൽ കയറി ഈ ആനയുടെ പരിപാടി എനിക്ക് പറ്റാണ്ട് വന്നപ്പോൾ ഞാൻ മുകളിൽ നിന്ന് തട്ടി. ആനയുടെ ആന ബാഗിൽ എനിക്ക് മനസ്സിലായിട്ടാ നിങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങി ഉള്ളി കയറിക്കോളാൻ പറഞ്ഞു. ഞങ്ങൾ ഇറങ്ങി ഉള്ളി കയറി. അത് കഴിഞ്ഞ് അവിടെ പണി സ്ഥലത്ത് ചെന്നു. അവിടെ ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് ഇറക്കി അവിടെ നിർത്തി, ഒരു ഗ്രൗണ്ട് പോലത്തെ ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് ഇറക്കി നിർത്തി. അത് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ പ്രാഥമിക കാര്യങ്ങളെല്ലാം കഴിച്ചപ്പോഴത്തേക്കും അവിടെ തടിയുടെ ആളുണ്ട്, ഈ മരം മുറിക്കണ ഇതിൻ്റെ മുതലാളി ഉണ്ടല്ലോ, മരം എടുക്കണ ആൾ വന്നു. കാണിച്ചൊരു ആനയും കൊണ്ട് ഞങ്ങൾ ആന ഒക്കെ എടുത്ത് കൂളായിട്ട് ആന പോകുന്നുണ്ട്. വേലപ്പൻ മോളിൽ കയറി, ഞങ്ങൾ പുറകെ നടക്കുന്നുണ്ട്. വേലപ്പൻ ആ പ്രായത്തിൽ തണുപ്പ് അന്നൊരു തണുപ്പേ. അവിടെ ചെന്നപ്പോഴത്തേക്കും ഞങ്ങൾ വശകേടായി. തണുപ്പത്ത് നമ്മൾ അങ്ങനത്തെ ഒരു കാലാവസ്ഥ അങ്ങനെ അധികം അനുഭവിച്ചിട്ടില്ലല്ലോ. അപ്പം ഏതായാലും വന്നില്ല. അവിടെ ചെന്നപ്പോൾ തൊട്ട് ആന ഒരു ചെറിയൊരു ഇതൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും അത്ര കാര്യമാക്കിയില്ല. അവിടെ ചെന്നു. അവിടെ ഈ കാപ്പികളുണ്ട്, കാപ്പിച്ചെടികൾ. ആ ചെടികളുടെ ഇടയിൽ ഒരു വീട്, അവരുടെ തന്നെയാണ് ഈ തോട്ടം. അതിനകത്താണ് മരം മുറിച്ചിട്ടേക്കുന്നത്. അപ്പോൾ ഒരു ഏകദേശം ഒരു 10-16 കുറ്റി ആഞ്ഞിലി, പിന്നെ പ്ലാവ്, മഹാഗണി, അങ്ങനെ 3-4 ടൈപ്പ് മരങ്ങൾ, ഒരു 5-6 ഒരു 10-18 കുറ്റി മരം ഉണ്ടാവും. അപ്പോൾ രാവിലെ ആന പണിതു. ആന ഓരോ വക്ക കെട്ടി. ഞാൻ ഇങ്ങനെ ഒരു പ്രാവശ്യം വക്ക കെട്ടും. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ കാലനക്കണത്, വേലപ്പൻ കാലനക്ക് മരം വലിച്ച് വരുന്നത് പുള്ളിയുടെ ആ ഇരിപ്പിൻ്റെ രീതിയും, പുള്ളി എങ്ങനെ എവിടെയൊക്കെയാണ് ആന അല്ലെങ്കിൽ ഒരു അടി കൊടുക്കേണ്ട വരുമ്പോൾ അതെങ്ങനെ ചെയ്യേണ്ടത് കാര്യം. ഞാൻ ഇവിടുന്ന് ചെല്ലണേക്ക് മുന്നേ ഞാൻ ഇതൊക്കെ ചെയ്യുമെങ്കിലും നമ്മളൊരു സീനിയോറിറ്റി ഉള്ള ഒരാൾ ഇത് ചെയ്യുമ്പോൾ നമ്മളത് നോക്കി നിൽക്കണം. ഞാൻ ഇപ്പോഴും അത് നോക്കി നിൽക്കാറുണ്ട്. ഓരോ ആനയുടെ മുകളിലിരുന്ന് പണിത് വരുമ്പോൾ ഞാനത് നോക്കി നിൽക്കാറുണ്ട്. മരം വലിച്ച് വരണ കാണാൻ തന്നെ പ്രത്യേക ഒരു ഭംഗിയാണ്. അവരെ മുകളിലിരുന്ന് പണിയണ കാണാൻ ഒരു രസമാണ്. അതായത് ഞാൻ കണ്ടിട്ടുണ്ട് പണ്ട് കാലത്ത് ആനക്കാരൊക്കെ തോട്ടി കച്ചക്കയറിൻ്റെ ഉള്ളിൽ വെച്ച് ആനയുടെ മുകളിൽ കയറി ഇരുന്ന് ഒരു തോർത്തുകൊണ്ടുണ്ടാവും. ആ തോർത്തുകൊണ്ട് ഇങ്ങനെ വട്ടമിട്ടിട്ടുണ്ടാവും. എന്നിട്ട് ഒരു കമ്പ് ഇങ്ങനെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ വീശി ഇങ്ങനെ ഇരിക്കും. വട്ടിക്കമ്പ് കൊണ്ട് ഇങ്ങനെ വീശി വരും. അപ്പോൾ ആന ഇങ്ങനെ ഓരോ ഭാഗത്തുനിന്ന് കയ്യാലയുടെ മുകളിൽ നിന്നൊക്കെ മരം വലിച്ചിറക്കണ കാണാനൊരു ഭംഗിയല്ലേ. അപ്പം ഞങ്ങളങ്ങനെ അതിങ്ങനെ ഇതാക്കി. അപ്പം ആനയ്ക്ക് മല്ലില്ലാത്ത രീതിയിലാണ് ഇപ്പം പടങ്ങ് ഇട്ട് കൊടുക്കും. അപ്പോൾ ഓരോ മരം ഇങ്ങനെ വരുമ്പോൾ അതിൻ്റെ അടിയിൽ മരം ഇട്ട് കൊടുക്കും. ഒരു ചെറിയ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കും. അപ്പം 2, 3, 4 കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ കഷ്ണത്തിൻ്റെ മുകളിൽ കൂടെ ഈ മരം ഇങ്ങനെ പുറത്തേക്ക് വരുന്നത്. ഒരു 10-12 കുറ്റി മരം എടുത്തു വെച്ചു. അത് കഴിഞ്ഞ് പണി നിർത്തി. പിന്നെ 11 മണിയാകുമ്പോൾ പണി നിർത്തും. ഒരു 6 മണിക്ക് പണിക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഒരു 11:30-12 മണി വരെ മാക്സിമം പണിയുള്ളത് കഴിഞ്ഞ് പണി നിർത്തും. അത് കഴിഞ്ഞ് ഭക്ഷണം കൊണ്ടുവരും. ഈ തടിക്കാർ ഭക്ഷണം കൊണ്ടുവരും. ഭക്ഷണം അപ്പം നമുക്ക് എന്താ വേണ്ട, പൊറോട്ട ഇറച്ചി ഒന്നും കണ്ടാൽ അന്ന് കൊണ്ടുവന്നത് എനിക്ക് തോന്നുന്നു. അത് കൊണ്ടുവന്ന് കഴിച്ചു. കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്തു. ആനയ്ക്ക് പട്ട വെട്ടിയിട്ട് കൊടുത്തു. ആനയ്ക്ക് വെള്ളം കൊടുത്തു. ആനയ്ക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്ത് ആന തിന്നുകൊണ്ട് കയറുന്നു. തിന്ന് തുടങ്ങിയിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആനയ്ക്ക് ആട്ടം ഭയങ്കര കൂടുതൽ. കാരണം ആനയെ പറഞ്ഞിട്ട് യാതൊരു വിധ കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര മഞ്ഞ് തണുപ്പ്. ആനയ്ക്കാണെങ്കിൽ നല്ല തരിപ്പാർന്നു തോന്നുന്നുണ്ട്. ആന പിന്നെ വേറൊരു ആനയായി. ഉച്ച കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് ആനയുടെ സ്വഭാവമൊക്കെ മാറി. അപ്പോൾ വേലപ്പൻ എന്നെ ഇങ്ങനെ നോക്കിയപ്പോൾ ഞാനും പുള്ളി നോക്കി. പിന്നെ ആന കഴിച്ചുകൊണ്ട് പുള്ളി മുകളിൽ കയറി. പുള്ളി കയറി കഴിഞ്ഞപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, അമ്മനെ ഇടയാട്ടം വച്ചേക്കട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി ആരാന്ന് ആലോചിച്ച് നോക്കണം. പുള്ളി ഇപ്പോഴത്തെ പിള്ളേരാണെങ്കിൽ ഒരു ചങ്ങലില്ല, എല്ലാം അവിടെ അയച്ചു വെച്ചൊക്കെ മതി. പുള്ളി പറഞ്ഞ ആ ഇടയാട്ടം വെച്ചോളാൻ പറഞ്ഞു. ഈ ആനയുടെ ആട്ടം മന്തിയല്ല എന്ന് പുള്ളിക്ക് മനസ്സിലായി. പുള്ളി മുകളിൽ കയറി ഇടയാട്ടം വെച്ചു. ആ 2-3 കഷ്ണം മരം കൂടി എടുത്ത് വെച്ചു. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഒരു 2 കുറ്റി മരം നടന്നു. അപ്പോൾ ഒരെണ്ണം ഇങ്ങനെ വലിച്ചു വെച്ചു. അപ്പോൾ അതിന് മാത്രം വലിയ മരം എന്ന് പറയാനില്ലേ, ഒരു 35 അല്ലെങ്കിൽ 40 പോയ ഒരു കഷ്ണം, 2 കഷ്ണം ഉണ്ടായിരുന്നു അതുപോലത്തെ. അപ്പോൾ ഒരെണ്ണം വലിച്ചാന പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ പുള്ളി പറഞ്ഞ ഒരു പണി ചെയ്യാന്നാ, ഇനി അടുത്തൊരു ട്രിപ്പും കൂടി ഇതിങ്ങനെ കയറി വരണ്ട, എത്ര ദൂരം ഇങ്ങനെ കുന്ന് കയറി വരണ്ട, അതും കൂടി നീ ഇങ്ങോട്ട് കയറ്റി വയ്ക്കുക, അതും കൂടി കൂട്ടി കെട്ടിക്കോളാൻ പറഞ്ഞു. ഞാൻ അതും കൂട്ടി കെട്ടി. വാക്ക എടുത്ത ആന എടുത്ത് കടിയാനെന്ന് പറയുമ്പോൾ ആന കയ്യിൽ പിടിച്ചിട്ട് ആന ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ കാണിക്കലില്ലാത്ത ആനയത്. ആന പറയണത് എനിക്കിനി പറ്റില്ല എന്ന് പറയണേ.
വേലപ്പൻ ചേട്ടൻ രണ്ടടി അങ്ങ് വെച്ച് കൊടുത്തു. ആ അടി അങ്ങ് കൊടുത്ത വഴി തന്നെ ആന ആ വക്ക അവിടെ അങ്ങ് ഇട്ടു. നേരെ ഞാൻ നിൽക്കണ ഭാഗത്തേക്ക് ചാടി ആന വന്നു. ചാടി ഞാൻ ഇനി ചാടി വന്നപ്പോഴത്തേക്ക് ഞാൻ ഇവിടുന്ന് അപ്പുറത്തെ കയ്യിലോട്ട് നോക്കാൻ കയറി. അങ്ങ് ചാടി ഇറങ്ങി അങ്ങ് പോവുകയാന. പോയി ഇങ്ങനെ അങ്ങ് ഇറങ്ങി കഴിഞ്ഞപ്പോൾ പിന്നെ മൊത്തം കാപ്പിത്തോട്ടാ. കാപ്പി കുറ്റിക്കാപ്പി ഇങ്ങനെ നിന്നാരണം കൊണ്ട് ഈ അടുപ്പിച്ച് നിൽക്കണാരം കൊണ്ട് പുള്ളി അങ്ങ് പോകാൻ പോയപ്പോഴത്തേക്കും വേലപ്പൻ ചേട്ടൻ ആന ഇങ്ങനെ തട്ടി പോട്ടെ 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 എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിർത്തി. അപ്പം ആന ഇങ്ങനെ നിൽക്കുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് ചെല്ലാൻ പറ്റൂലല്ലോ. അങ്ങനെ മാനിച്ചേട്ടനോട് പറഞ്ഞു. അവിടെ മാനിച്ചേട്ടൻ വണ്ടി കിടക്കുന്നുണ്ടായിരുന്നു. പുള്ളിയോട് വരാൻ പറയാൻ പറഞ്ഞു. അങ്ങനെ മാനിച്ചേട്ടൻ ഓടി വന്നു. മാനിച്ചേട്ടൻ വന്നു കഴിഞ്ഞപ്പോൾ ആന ഇങ്ങനെ നിൽക്കുവാ. ആന ചെന്ന് പിടിക്കാനും പറ്റില്ലല്ലോ. ഞാനെങ്ങനെ ചെന്ന് പിടിക്കുന്നത്? കാരണം ഞാൻ ആനയായിട്ടൊരു ബന്ധമില്ലാത്ത ആളല്ലേ. കടങ്ങൻ ചേട്ടനാണെങ്കിൽ വീട്ടിലും പിന്നെ വേലപ്പൻ ചേട്ടനാണെങ്കിൽ ആനയുടെ പുറത്തും. പുള്ളി ചങ്ങല തള്ളി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആന വിട്ടടിച്ച് പോകും. കൊളത്താൻ പോലും സമ്മതിക്കില്ല എന്ന് പറഞ്ഞത്. അപ്പം മാനിച്ചേട്ടൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആനയെ കിട്ടും. കാരണം മാനിച്ചേട്ടൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആനയും മാനിച്ചേട്ടനായിട്ടൊരു ബന്ധം ഉണ്ടായിരുന്നു. പുള്ളിക്ക് എപ്പോൾ തെറ്റിയാലും, കാരണം പല പ്രാവശ്യം ആന തെറ്റി കാട്ടി കയറി പോയിട്ടും ഈ മറ്റേ പാണ്ടിക്കാട് കണ്ണൻ ചേട്ടൻ ഇന്നൊക്കെ ആന ഒരു തവണ അങ്ങനെ കയറി പോയിട്ടുണ്ടെന്ന് പറയണ കേട്ടിട്ടുണ്ട്. ആന കാട്ടി കയറിയിട്ട് ആന കുറേ നടന്നിട്ടുണ്ട്. അങ്ങനെ അവിടെ നിന്ന് പിടിച്ചു. മാനിച്ചേട്ടൻ വന്നു. ഞങ്ങൾ രണ്ടാളും കൂടി കാപ്പിത്തോട്ടത്തിലൂടെയൊക്കെ നുഴഞ്ഞൊക്കെ ചെന്നിങ്ങനെ ഇരിക്കുക. ഓടി ചെന്ന് പിടിക്കാൻ പറ്റുമോ? ആന ഒന്ന് ട്രാക്കിലേക്ക് വരണ്ടേ. അപ്പം ഇങ്ങനെ ഇരുന്ന് ഏകദേശം ഒരു മണിക്കൂറോളം വേലപ്പൻ ചേട്ടൻ പാവം അതിൻ്റെ മുകളിൽ ഇരുന്നു കൂട്ടാം. അത് കഴിഞ്ഞ് 2 ഓല വെട്ടിയിട്ട് കൊടുത്തു. ഓല വെട്ടിയിട്ട് കൊടുത്തപ്പോൾ ആളവിടെ വന്നിരുന്ന ആ ഓല തന്നെ. അപ്പോൾ മാനിച്ചേട്ടൻ കുഞ്ഞാ മക്കളെ എന്നെന്ത് വിശേഷം, എന്നെ പറ്റിയേ ഇതാ എന്നാടാ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ പുള്ളി വലിയ കുഴപ്പമില്ല. പുള്ളിയോട് ചെന്നു. പുള്ളി മെല്ലെ ചെന്ന് വാലുമ്പ് ചെന്ന് പിടിച്ചു. എന്നാ കുഞ്ഞാ എന്നാ കുഴപ്പം നിനക്ക്, നീ ഇതൊക്കെ എന്നൊക്കെ പറഞ്ഞു. അതാണ് പുള്ളി കെട്ടി വെച്ചിട്ടില്ല ആനക്കാരനല്ല. പുള്ളിക്ക് ആന നല്ല ചട്ടമാണ്. കാരണം പുള്ളിയുടെ അവിടെ വന്നപ്പോൾ എപ്പോഴും ഭക്ഷണം കൊടുക്കാനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ ഈ മാനിച്ചേട്ടനാണ് കൂടെ ഉണ്ടാവുക. എപ്പോഴും ചെയ്യണത് പുള്ളിയാണ്, ചോറ് കൊടുക്കണം മറ്റുള്ള. അപ്പോൾ ആനയ്ക്ക് ഓട്ടോമാറ്റിക്കായിട്ട് പുള്ളിയോട് ഒരു ബന്ധം ഉണ്ടായിരുന്നു. പുള്ളി വന്ന് മക്കളെ പൊന്നെ എന്നാ ഇതെന്നൊക്കെ പറഞ്ഞ് വാ വന്നേ നമുക്ക് പോണ്ടേ, പണിയൊന്നും വേണ്ട, ഇനി ചോറൊക്കെ തിന്നട്ടെ എന്നൊക്കെ ചോദിച്ചപ്പോൾ പുള്ളിക്ക് ആന കിട്ടി. ചെന്ന് പിടിച്ചു ആനെ. പുള്ളി വാലെ ചെന്ന് പിടിച്ചു. പിടിച്ചപ്പോൾ ആന പോയി എന്നൊക്കെ പറഞ്ഞ് 2 കാലം കൈയൊക്കെ അടിച്ചു. അപ്പം തന്നെ എന്നോട് തിരിഞ്ഞ് വരാൻ പറഞ്ഞു. ഞാൻ ഓടിച്ചു വന്നു. വേഗം മുട്ടേങ്ങല തട്ടി ആന കൊളത്തി. ആന ഇട കൂട്ടി കാര്യങ്ങളൊക്കെ ചെയ്തു. ഇനി കയറ്റി നിർത്തി. ഒരു വിഷയമില്ല, എനിക്ക് ഒരു കുഴപ്പമില്ല. അങ്ങനെ നിർത്തി. അത് കഴിഞ്ഞ് എന്നോട് പറഞ്ഞു അന്ന് പറഞ്ഞ് ഒരു 10 മിനിറ്റ് അവിടെ നിന്ന് ഇപ്പോൾ എന്നോട് പറഞ്ഞു അന്ന് ബിനു മുകളിൽ കയറാവോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പിന്നെ അതിനെട്ടാന്ന് പറഞ്ഞു കയറാമെന്ന് പറഞ്ഞു. അപ്പം ആനപ്പം തെറ്റിയുള്ളൂ കേട്ടോ. തെറ്റി ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ഇപ്പോൾ കയറാവോന്ന് ചോദിച്ചു. കയറാൻ ചേട്ടാന്ന് പറഞ്ഞു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് ആനയെ കൊണ്ടുപോരണം. ആ സമയത്ത് അയ്യോ ആന തെറ്റി നിൽക്കണം, ആന ഇനി അതിൻ്റെ പുറത്ത് കയറി എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊന്നും അങ്ങനത്തെ ഒരു ചിന്ത ആ സമയത്തില്ല. നമുക്ക് ഇതിനെ കൊണ്ടുപോയ പോലെ ഇതിനെ തിരിച്ചു കൊണ്ടുവരണം എന്നുള്ള ഒറ്റ മൈൻഡേ ഉള്ളൂ. ഇന്നാണെങ്കിൽ നമ്മളൊന്ന് ആലോചിക്കും. പക്ഷെ അന്ന് നമുക്ക് അങ്ങനെ ആലോചിക്കാനുള്ള ഒരു അല്ല, നമ്മുടെ പണി അങ്ങനെയാണ്. നമുക്ക് ബാക്കോട്ട് ചിന്തിക്കാൻ പറ്റില്ല. നമ്മൾ എന്ത് വന്നാലും നമ്മളത് നേരിടാൻ തയ്യാറായിട്ട് തന്നെ വേണം നമ്മൾ ഈ ഒരു പണിയിലേക്ക് ഇറങ്ങി വരാനും. ഓട്ടോമാറ്റിക്കായിട്ട് ഈ പണി ഒരു 5-6 ആനയൊക്കെ അഴിച്ചു കെട്ടി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ആ ഒരു ഏതൊരു ആനയുടെ പുറത്ത് കയറാനായാലും എന്ത് ചെയ്യാനും നമുക്ക് അങ്ങനെ ഒരു മടിയൊന്നും വരില്ല. പിന്നെ ഒരു കുറച്ച് കാലം ഒരു കല്യാണമൊക്കെ കഴിഞ്ഞ് പിള്ളേരൊക്കെ ആയ സമയത്ത്, കുഞ്ഞുങ്ങളൊക്കെ ആയ സമയത്ത് അത്രയും കാലം കണ്ട പൂരപ്പറമ്പിൽ അവിടെ ഇവിടെയൊക്കെ കിടക്കുന്ന ആൾക്കാർ വീട്ടിലൊക്കെ വന്ന് സ്നേഹം കാര്യങ്ങളൊക്കെ കിട്ടി തുടങ്ങി കഴിയുമ്പോൾ ചെറിയൊരു പേടിയൊക്കെ കാണും. ആനകൾ കയറി പിടിക്കാനൊക്കെ ഒരു പേടി കാണും. എന്നാലും 80% ആ ഭാഗം വീടിനെ പറ്റിയേ ചിന്തിക്കില്ല. അവിടെ നിന്ന് കയറി മോളിൽ കയറി ആ തടി എടുത്തിട്ട് പോവാം നമുക്കെന്ന് പറഞ്ഞു മാനിച്ചേട്ടൻ. കാരണം ഇട്ടിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നാളെ ഇത് തന്നെ ആവർത്തിക്കും. തടി എടുത്തിട്ട് പോകാമെന്ന് പറഞ്ഞു. ഞാൻ മോളിൽ കയറി ആനയ്ക്ക് അമരത്തെ ഇട കൂട്ടി, നടയുടെ ഇടയും കൂട്ടി. നടയുടെ ഇടയും കൂട്ടിയിട്ട് പറഞ്ഞു പിന്നെ കാലേ പോട്ടെ എന്ന് പറഞ്ഞു. ഞാൻ കാലിലനക്കിയിട്ട് ആന എൻ്റെ കാലയിലൊന്നും ഇല്ല. ആന അങ്ങനെ ഞാൻ പറഞ്ഞു ചേട്ടാ കാലയിലില്ല ആനാന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞു 10 കിണ്ടും മര്യാദയ്ക്ക് കൊടുക്കുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു തട്ടിയിട്ടൊക്കെ ഞാൻ കേട്ടു. അത് പുള്ളി പറഞ്ഞു. ഞാൻ ഒന്നും ചെയ്തില്ല. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനത് ചെയ്യാൻ പാടില്ല. വേറൊരാൾ പണിതുകൊണ്ടിരിക്കുന്ന ആനയാണ്. ഞാൻ ഈ ആനയുടെ ജോലിക്കാരനല്ല. അപ്പോഴും പുള്ളി പറഞ്ഞു 4 4 കൊടുന്ന് പറഞ്ഞു. പക്ഷെ ഞാനപ്പോഴും എങ്ങനെയെങ്കിലൊക്കെ ഇങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ തട്ടാനൊന്നും നിന്നില്ല. അവിടെ നിന്ന് ആ തടി ആന എടുത്തു. ഞാൻ കാല് അനക്കിക്കൊണ്ട് തന്നെ ഇരുന്നു. തടി എടുക്കാൻ വേണ്ടിയിട്ടുള്ള കാല് മാത്രം ഞാൻ അനക്കിക്കൊണ്ട് തന്നെ ഇരുന്നു. ആന 3-4 പ്രാവശ്യം പറ്റില്ല എന്ന് പറഞ്ഞാൽ അനക്കിക്കൊണ്ട് തന്നെ ഇരുന്നു. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു തോട്ടി ഇങ്ങോട്ട് കാണിച്ചു കൊടുത്തിയാൽ വേഷം കെട്ട് കാണിച്ചാൽ നിനക്ക് നല്ല കിണ്ണ് കിട്ടും എന്നുള്ള ഇത് തോട്ടി കാണിച്ച് ഞാൻ കഴുത്തിലേക്ക് ഇറങ്ങിയിരുന്നു. പണിയാനകളെന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആനക്കാർ മുകളിൽ കയറി ഇറങ്ങിയിരിക്കുക എന്ന് പറഞ്ഞാൽ കഴുത്തിലേക്ക് ഇങ്ങോട്ട് ഇറങ്ങിയിരുന്ന് 2 കാല് 2 സൈഡിലേക്ക് ഇങ്ങനെ വളച്ചിങ്ങോട്ട് പിടിച്ചിങ്ങോട്ട് ഇരുന്നാൽ
ആ കയറുമേട് കൂട്ടി ഇങ്ങോട്ട് പിടിച്ചാൽ പിന്നെ ആന അലക്കിയാലൊന്നും നമ്മളങ്ങനെ പെട്ടെന്ന് താഴെ പോകില്ല. അപ്പം നമ്മൾ ആ ഇരിപ്പ് ആനയ്ക്കറിയാം. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത നാട്ടി എവിടെയാണ് വീഴണേന്ന് ആനയ്ക്കറിയാം. പണിയാനയല്ലേ. ആ ഇരിപ്പിലേക്ക് നമ്മൾ ഇറങ്ങിയിരുന്ന പണിക്കാരനാണെങ്കിൽ ആദ്യത്തേൽ ഒരു അടിയുണ്ട്, ആ അടി വീഴണമെന്നും ആ അടിയുടെ വേദന ആനയ്ക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെ ഇരുന്ന വഴി തന്നെ ആന ചാടി എടുത്തു, ആ വക്ക എടുത്തു, ആന എടുത്ത് കടിച്ച് നേരെ തടിയൊക്കെ വലിച്ച് അവിടെ കയറ്റി വെച്ചു. എവിടെയും തട്ടി അവിടെ ഇറക്കി വെച്ചു. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. അപ്പോൾ കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ വേറെ ഒരു സ്ഥലത്ത് പണിയും കൂടി ഉണ്ടെന്ന് പറയുമ്പോൾ പിന്നെ വേലപ്പൻ പറഞ്ഞു നമുക്ക് ആനയെ കയറ്റിക്കൊണ്ട് പോവാം. കാരണം ഈ കാലാവസ്ഥയായിട്ട് ആനയ്ക്ക് പൊരുത്തപ്പെട്ട് പോകാൻ പറ്റില്ല. നല്ല തണുപ്പല്ലേ, ആന നല്ല കൂളായിട്ട് ഇരിക്കുക, നമുക്ക് തിരിച്ച് പോവാം എന്ന് പറഞ്ഞു. അപ്പോൾ എന്താ തടിക്കാരൻ പറഞ്ഞു എന്നാൽ പിന്നെ അങ്ങനെയാട്ടെ, നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ പിന്നെ നമ്മൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ശരി പോവാമെന്ന് പറഞ്ഞ് ലോറി കയറ്റി പോവാം. അപ്പോൾ അവിടെ നിർത്തി റെസ്റ്റ് എടുത്തൊന്ന് കുളിച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് പോവാം. അപ്പോൾ ഇന്നത്തെ ഇവിടുത്തെ പോലത്തെ ഇപ്പോൾ പല സ്ഥലത്തെയും പോലത്തെ അങ്ങനെ സ്ട്രീറ്റ് ലൈറ്റും വെട്ടോ പൊളിച്ചോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഇല്ല. ഇന്നൊക്കെ ഈ ഒരു കുഞ്ഞിൽ ബൾബ് മാത്രമേ ഉള്ളൂ. അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു അലുമിനിയത്തിൻ്റെ ഇതിൽ 2 ട്യൂബ് ഉണ്ടാവും. ആ ഒരു ലൈറ്റ് അത് വല്ല മുക്കിലെങ്ങാനും ഒരെണ്ണം ഉണ്ടായാൽ ഭാഗ്യം. അപ്പോഴത്തേക്ക് ഏകദേശം സന്ധ്യയായി. ഞാൻ ആനയുടെ മുകളിലുണ്ട്. ആന നടക്കട്ടെ അമരത്തെ ഇടയാട്ടത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ വണ്ടി കിടക്കുന്നിടത്തേക്ക് ഏകദേശം ഒരു 1.5 കിലോമീറ്ററോളം അങ്ങനെ നടന്നു പോകാൻ. വേലപ്പൻ പറഞ്ഞ് എടാ തട്ടി കൂട്ടട്ടെ ബിനോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ആ തട്ടിക്കാട്ടാന്ന് പറഞ്ഞു. എടാ തട്ടി കൂട്ടി. ഇടയാട്ടം തട്ടിയില്ല. അപ്പോൾ എനിക്ക് ഈ ഇടയാട്ടത്തിൽ നടന്ന് ശീലമില്ലാത്തതുകൊണ്ട് എനിക്ക് നടക്കാൻ പറ്റണില്ല. അപ്പോൾ ഇടയാട്ടം ഒന്ന് ലൂസാക്കി കൊടുത്തു. ഇടയാട്ടം ലൂസാക്കിയോട് കൂടിയിട്ട് ആളുടെ സ്വഭാവം അങ്ങോട്ട് മാറി. 2 സ്റ്റെപ്പ് അങ്ങോട്ട് നടന്നു. പിന്നെ ഇങ്ങനെ കാണിക്കുന്നത് കാണിച്ചു. ഒറ്റ വിടല. ഞാൻ പുറത്തു. വേലപ്പൻ വിട്ടു പോയാനാ ഓടി. അവിടെ നിന്ന് ഓടി ഒരു ഏകദേശം 1 കിലോമീറ്ററിൻ്റെ അടുത്ത് ഓടി. പുള്ളി പോകാൻ ഉദ്ദേശിക്കുന്നത് കാടിൻ്റെ ഉള്ളിലേക്കാണ്. കാട് എവിടെയാണോ കാണുന്നത് കാട്ടിലേക്ക് കയറി പോകണം. അതാണ് ആളുടെ സിസ്റ്റം. അവിടെ നിന്ന് അങ്ങനെ വലത്തോട്ട് ഇങ്ങനെ പോയി. അപ്പം ഇങ്ങനെ വലത്തോട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കറിയാം ഒരു കലുങ്ക് ഇങ്ങനെ ഉണ്ട്. അതായത് ഇതൊരു കനാല് പോലെയാണെന്ന് തോന്നുന്നുണ്ട്. കനാലാണോ അത് ഒരു ഒരു പറമ്പിക്കടെ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് കണ്ട് കാട് പോലത്തെ സ്ഥലമാണ്. അപ്പം ആനയുടെ പ്ലാൻ അവിടെ ഇറങ്ങിയിട്ട് അങ്ങോട്ട് കയറാനാണ്. അങ്ങോട്ട് പോയാൽ പിന്നെ ഞാൻ ബാക്കിയുണ്ടാ. എനിക്കൊരു ജീവനില്ലേ. അങ്ങടെ ആന ഇറങ്ങി പോയാൽ പിന്നെ ഞാനില്ല. അപ്പം ഇന്നിങ്ങനെ വീഡിയോ ചെയ്യാൻ പോലും ഞാനില്ല. കാരണം ആ കാട്ടിലോട്ട് ഇറങ്ങി പോണ വഴി തന്നെ ആന കുലുക്കി പറിച്ച് താഴെയിട്ട് ആന നമ്മുടെ പണി ആന കഴിക്കും. അങ്ങോട്ട് ഞാൻ വിട്ടില്ല. അങ്ങോട്ട് കടന്നോടുകൂടി ഞാൻ തോട്ടി നമ്മുടെ കയ്യിൽ നമുക്ക് മാങ്ങ പറിക്കാനല്ലല്ലോ തോട്ടി നമ്മുടെ കയ്യിൽ തന്നേക്കുന്നത്. ആവശ്യങ്ങൾക്ക് അത് ഉപയോഗിക്കേണ്ട സ്ഥലങ്ങളിൽ ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിക്കാനാണ് തോട്ടി എന്ന് വെച്ചിട്ട് ഏത് നേരവും തോട്ടി എടുത്ത് ആനയെ ആവശ്യമില്ലാത്ത സ്ഥലത്ത് ഉപയോഗിക്കുകയല്ല ചെയ്യുന്നത്. തോട്ടി എന്ന് പറയുന്ന സാധനം നമ്മുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ആയുധമാണ്. അത് ആന അങ്ങോട്ട് ഇറങ്ങണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ തോട്ടിയുടെ പ്രയോഗം എന്താണെന്നുള്ളത് ഞാൻ ആനയ്ക്ക് ഒരു പ്രാവശ്യം കാണിച്ചു കൊടുത്തപ്പോൾ ആന അവിടെ നിന്ന് കാറി കൂവി അവിടെ നിന്ന് ഇപ്പുറത്തേക്ക് കയറി ആന റോട്ടിക്കട. അപ്പം അങ്ങോട്ട് നീ ഓടിക്കൊള്ളാൻ പറഞ്ഞു. റോട്ടിക്കട നീ ഓടിക്കും, അത് എനിക്ക് വിഷയമില്ല. ഞാൻ ചങ്ങല തള്ളിയിട്ടു. റണ്ണിങ്ങിൽ ചങ്ങല തള്ളി താഴെ ഇട്ടു. ചങ്ങലയും വലിച്ചോണ്ട ഓട്ടം. അങ്ങനെ ഓടി നേരെ പുള്ളി കയറി ഓടാൻ എത്തിക്കഴിഞ്ഞ് ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ ഒരു ഗ്രൗണ്ട്, നല്ല ഗ്രൗണ്ട്. ആ ഗ്രൗണ്ടിലേക്ക് പെട്ടെന്ന് ഇങ്ങനെ നോക്കി കഴിഞ്ഞപ്പോൾ അവിടെ കൊളത്താനായിട്ട് വേറെ സൗകര്യമൊന്നും ഇല്ലെങ്കിൽ ഈ വോളിബോൾ പിള്ളേർ കളിക്കുന്ന 2 കാല് കണ്ടു. വേട്ടി കയറ്റി കൊടുത്തു ഇപ്പുറത്തോട്ട്. വേട്ടി ഇങ്ങനെ ഇങ്ങോട്ട് എടുത്തു. ആന തോട്ടിക്ക് ഇങ്ങനെ മാടി ഇങ്ങനെ എടുത്ത വഴി തന്നെ ആന ഈ സൈഡിലേക്ക് ആ ഇതിനകത്തോട്ട് കയറി, ആ ഗ്രൗണ്ടിലോട്ട്. അവിടെ കയറിയ വഴി തന്നെ ഞാൻ തോട്ടിയും വടിയും കച്ചക്കാരൻ്റെ ഉള്ളിൽ കയറ്റി വെച്ചു. മക്കളെ അരുത് എന്ന് പറഞ്ഞിട്ട് ആനൻ്റെ തലയെ കുഞ്ഞ് സാരില്ല കുഞ്ഞ പോട്ടെ അരുത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് പോയില്ലേ, ഇവിടെ എത്തി. ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും നമുക്ക് പിടിക്കാൻ പറ്റുമെന്ന് എനിക്കറിയാം. അപ്പോഴത്തേക്കും വേലപ്പൻ വന്നപ്പോൾ വേലപ്പൻ കാണുമ്പോൾ ആന പിടി തരുന്നില്ല. അപ്പം ആന ഇങ്ങനെ കയറി. ആ നാട്ടിലുള്ള കുറേ സുഹൃത്തുക്കൾ ചേട്ടന്മാരുണ്ട് കേട്ടോ. അവരോട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരോട് വലിയൊരു നന്ദി. അന്ന് എനിക്കൊന്നും ആരോടൊന്നും പറയാൻ പറ്റിയില്ല. കാരണം ഒരു 4-4.5 മണിക്കൂർ ആനയുടെ പുറത്ത് ഞാൻ ഇരുന്ന് എന്നെയും വെച്ച ആന അതുപോലെ അഭ്യാസം അവിടെ കിടന്ന് കാണിച്ചു. ആന മേയ്ച്ചങ്ങലെ ഒന്ന് കൊളത്തിയപ്പോൾ ആനയ്ക്ക് വാശിയായി. ആന അവിടെയുള്ള ആൾക്കാരെ എന്നെ പുറത്ത് വെച്ചിട്ട് പറപ്പിക്കുക, ഓടിക്കുക, മണ്ണ് വാരി എറിയുക, കല്ല് വാരി എറിയുക. ഞാൻ പുറത്തും എന്നെ ആന കൊലുക്കുക, കുടയുക. എൻ്റെ കാലിൻ്റെ അവിടെ നിന്നുള്ള കംപ്ലീറ്റ് സ്ഥലത്ത് തോലെന്ന് പറഞ്ഞ സാധനമില്ല. അതുപോലെ പരിവാക്കി കളഞ്ഞു ആന അവിടെ ഇട്ടിട്ട്. അവിടെ നിന്ന് പിടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനോട്ടം അപ്പോഴത്തേക്കും മാനോട്ടം കൂടെ ഉണ്ട്, പക്ഷെ പിടി കിട്ടണില്ല ഞാൻ എന്നെ. മാനോട്ടം എന്നിട്ട് അപ്പോഴത്തേക്കും അവിടെയുള്ള നാട്ടിലെ ചേട്ടന്മാർ കുറേ ആൾക്കാരൊക്കെ ടോർച്ചും സാധനങ്ങളും പിന്നെ ഈ എമർജൻസി സാധനങ്ങളൊക്കെ ഒന്നും കാണാനില്ല, ഒന്നും ചെയ്യാൻ പറ്റണില്ല. കാരണം ആ ഒരു ട്യൂബ് ലൈറ്റ് മാത്രമുണ്ട്. അത് ആ ഒരു അടുത്തൊരു പള്ളിയുണ്ട്, ആ പള്ളിയുടെ ഒരു ട്യൂബ് ലൈറ്റ് കണ്ടുണ്ട്. വേറെ ഒരു വെട്ടം എന്ന് പറയുന്ന സാധനം അവിടെ ഇല്ല. അവിടുന്ന് മാനോട്ടം ഓടി വന്ന്
ആനയെ കുഞ്ഞാ അതാ ഇതാന്നൊക്കെ പറഞ്ഞ് പുള്ളി ഒരു പ്രകാരത്തിന് തള്ളിയിട്ട മേയ്ച്ചങ്ങല എടുത്ത് കൊളുത്തി. അത് കഴിഞ്ഞ് ആന കുറേ നേരം പിന്നെയും കിടന്ന് കളിച്ചു. അത് കഴിഞ്ഞ് പിന്നെ മേയ്ച്ചങ്ങല വേലപ്പൻ ചേട്ടനും പുള്ളിയും കൂടിയിട്ട് ഞാൻ ഇടയ്ക്ക് ആനേനെ കാല് അനക്കും. കാലനക്കി ബാഗിലേക്കൊക്കെ അനക്കുമ്പോൾ ആന കുറച്ച് ഇടയ്ക്ക് കാലനക്കുമ്പോൾ കാലേ കൂടും. ചില സമയത്ത് ആന അലക്കും. പിന്നെ അനക്കി അനക്കി കാലേ കൂടി ബാക്കിലേക്ക് വന്ന് 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 ആനേനെ അടുപ്പിച്ചു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആന പിന്നെ എൻ്റെ അടുത്ത് മൂത്രം ഒഴിച്ച ആള് 4 മണിക്കൂർ നമ്മൾ അതുപോലെ ആന അപ്പം ഇങ്ങോട്ട് ഇരുത്തി ആനയെ മനേട്ടൻ വേലപ്പാട് ഇരിക്കാൻ പറഞ്ഞു. ആനയെ ഇരുത്തി പ്ലാസ്റ്റിക് കയർ എടുത്തുകൊണ്ട് വന്നിട്ട് ആനേനെ നട വലിച്ച് വാറാക്കി കെട്ടി നടക്ക് ഇടപൂട്ടി കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് എന്നെ ആനയെ ഇരുത്തി കഴിഞ്ഞപ്പോൾ എനിക്ക് ഇറങ്ങാൻ പറ്റണില്ല. കാലിൻ്റെ ഉള്ളിൽ നിന്ന് കാലുരാൻ പറ്റില്ല, മരിച്ചുപോയി. കാരണം ഇത്ര മണിക്കൂർ ഇരുന്നില്ലേ, മരവിച്ചു കാലൊക്കെ. എന്നിട്ട് ഇറക്കി. പിന്നെ അവിടുത്തെ തണുപ്പും അങ്ങനെ ഇറക്കി. അത് കഴിഞ്ഞ് അവിടെ കൊണ്ടുവന്ന് ഞാൻ എന്നെ അവിടെ ഇരുന്ന് ഒരു കല്ലുമ്മ പോയി ഇരുന്നു. അപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു ഇച്ചിരി വെള്ളം കിട്ടുമെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഒരു ചേട്ടൻ വെള്ളം കൊണ്ടു തന്നു. ഒരു 3/4 കുപ്പി വെള്ളം കുടിച്ചു. കുടിച്ച് കാൽമേക്കൊക്കെ ഇച്ചിരി വെള്ളം ഒഴിച്ചപ്പോൾ കാലൊക്കെ നീറുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാലിൻ്റെ എല്ലാ ഭാഗത്തേയും തൊലി പോയി. ഇന്നത്തെ പോലെ പ്ലാസ്റ്റിക് കയറില്ലല്ലോ, ചകിരി കയറല്ലേ. ഒരു പരിധി കഴിഞ്ഞാൽ കാലൊക്കെ പിന്നെ നമ്മളങ്ങനെ മുകളിലിരുന്ന് പണിത് ശീലമില്ല. കാലിൽ നിന്ന് അതിന് മാത്രം തഴമ്പോ കാര്യങ്ങളൊന്നും ഇല്ല നമ്മുടെ ഒന്നും. അവിടെ നിന്ന് ഇങ്ങോട്ട് പിന്നെ ഇതാക്കി. അത് കഴിഞ്ഞ് ഒരു 1/2 മണിക്കൂർ ആനയെ നിർത്തി. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു ചേട്ടാ ഇനി വണ്ടി എന്താ ചെയ്യുക, വണ്ടിയിലേക്ക് കയറ്റാന്ന് പറഞ്ഞു. വണ്ടി ഇങ്ങോട്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ തന്നെ ഒരു തിട്ടുണ്ട്. ആ തിട്ടിൻ്റെ അവിടെ നിന്ന് ബാക്ക് വെച്ച് വീണ്ടും ഞാൻ തന്നെ മുകളിൽ കയറി. അഴിച്ചു വിടല്ലേന്ന് പറഞ്ഞ് അഴിച്ചു വിട്ടു. നടക്കടയും കൂട്ടി അമ്മയത്തെ അടയാളം വെച്ച് ഞാൻ തന്നെ മുകളിൽ കയറി ആനേനെ കൊണ്ടുവന്ന് അവിടെ നിന്ന് കയറ്റി കൊണ്ടുവന്ന് വേറെ ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് ഇറക്കി. ഇറക്കി പിറ്റേ ദിവസമായപ്പോഴത്തേക്കും കടുങ്ങച്ചേട്ടൻ വന്നു. പുള്ളീനെ കൊണ്ടുവന്നിട്ട് അന്നത്തെ ദിവസം ഒരു ദിവസം കൂടി ഉണ്ട്. അവിടെ ഒരു 3 വർഷം മരടുത്തേക്ക് എൻ്റെ നടന്നു. അത് കയറ്റാൻ പോയി. കടുങ്ങച്ചേട്ടനെ മുകളിൽ കയറി ഇരുന്നു. കടുങ്ങച്ചേട്ടൻ മുകളിൽ കയറി. ആന ഇതന്നെ. ആന കഷ്ണം എടുക്കാനില്ല. എന്നാൽ മലയിൽ നിന്നൊക്കെ ഇറങ്ങി പോന്നു. അവിടെ നിന്നൊക്കെ വന്നിട്ട് ഈ പാലക്കാട് മറ്റേ കല്ലടിക്കോട് ഭാഗത്ത് തന്നെയാണ് കൂടുതൽ ആന പടന്നുകൊണ്ടിരുന്നത്. നല്ല കല്ലടിക്കോടല്ല, എന്നാലും പാണ്ടിക്കാടോ അങ്ങനെ ആ പെരിന്തൽമണ്ണ ഭാഗത്ത് എവിടെയാണ് അവിടെ കൊണ്ടുവന്നിറക്കി. അവിടെ വന്ന് ഒരു 3 വർഷം മരം നടന്നു. അതിൽ ഒരു വർഷം കെട്ടി. മറ്റേ കടങ്ങൻ എന്ന് പറഞ്ഞ ചേട്ടൻ പുറത്തുണ്ട്, ഞാൻ ചോട്ടിലുണ്ട്. വേലപ്പൻ ചേട്ടൻ ഇത് ഒരു കൊക്കത്തോട്ടത്തിൻ്റെ ഉള്ളിൽ കൂടെ വലിച്ചു വരിക. ഒരു കുറച്ച് നേരം ഇങ്ങോട്ട് വലിച്ചു വന്നു. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ തറച്ച് കൊക്ക ഇങ്ങനെ നിൽക്കുകയല്ലേ. അവിടെ തെറ്റി. കടങ്ങൻ ചേട്ടൻ്റെ കൊക്കയുടെ ഉള്ളിൽ കൂടെയൊക്കെ നിരക്കിയിട്ട് പാവം പുറത്ത് ഇരുന്നിട്ട് ഇട്ട് കൊടുത്തില്ലേ. ഞങ്ങൾ പറഞ്ഞു ഞാൻ പുറകിൽ നിന്ന് അട്ടി, വേലപ്പൻ ചേട്ടൻ ഫ്രണ്ടിൽ നിന്ന് അട്ടി, ആ ചേട്ടൻ മുകളിൽ നിന്ന് ഒരു മര്യാദ അങ്ങനെ ഞങ്ങൾ ഒരു എടുത്തിട്ട് ഒരു 3-4 അലക്ക അലക്കി കഴിഞ്ഞപ്പോൾ ആനയ്ക്ക് കാര്യം മനസ്സിലായി. കാരണം നമുക്ക് പണിത് അവിടെ നമ്മൾ നേടണം. നമ്മൾ ഈ ആനകളെ എടുത്ത് ബിസ്ക്കറ്റും ലഡും ജിലേബി മാത്രമല്ല സ്നേഹകരിക്കുന്നത്. ആനകളെ തമ്മിൽ തെറ്റി നമ്മൾ ഈ ആനയായിട്ട് ബന്ധം നിങ്ങൾക്ക് അത് ഞാൻ ഇതിൻ്റെ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ കറക്റ്റായിട്ട് ഞാൻ വേറെ ചെയ്യാം. ഈ പണി സംബന്ധപ്പെട്ട കാര്യങ്ങൾ അത് ഈ ആനകളെ നമ്മൾ പെട്ടെന്നൊന്നും ചെന്നൊന്നും ഒരു ആനയെ നമുക്ക് വഴങ്ങി തരില്ല. നമ്മൾ അത്ര അധികം കഷ്ടപ്പാടുണ്ട് ഈ ഒരു പണിയിൽ. ചില സമയത്തെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നാളേക്ക് ഒരു ദിവസം ഉണ്ടോ എന്ന് ചിന്തിക്കാൻ പോലും പറ്റണില്ല. ആ സമയത്ത് നമ്മൾ ദൈവത്തിൻ്റെ കാരുണ്യം കൊണ്ടാണോ ആശാന്മാരുടെ പൊരുത്തം കൊണ്ടൊക്കെയാണോ